നമസ്തേ. നമ്മളിന്ന് ധനുമാസ ഫലങ്ങളാണ് പറയുന്നത്. ധനുമാസം എന്ന് പറയുന്നത് ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെയുള്ള സമയം. ഇന്ന് ഈ വീഡിയോയിൽ ചിങ്ങക്കൂർ മുതൽ വൃശ്ചികക്കൂർ വരെയുള്ളവരുടെ കാര്യങ്ങളാണ്. ചിങ്ങക്കൂർ എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂർ. അവർക്ക് ഈ ധനുമാസത്തിൽ അധിക ചിലവുകളൊക്കെ വരാമെങ്കിലും തൊഴിൽ രംഗത്ത് സാമ്പത്തികമൊക്കെ ആയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ്. എങ്കിലും പ്രതീക്ഷിക്കുന്ന പല സഹായങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ അത്ര പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ ലഭിക്കാതിരിക്കുക, ചില സുഹൃത്തുക്കൾ അനുകൂലമാകാതിരിക്കുക, ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്കുണ്ടാവും. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചിലവുകൾ വേണ്ടിവരും. എങ്കിലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുറച്ച് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇപ്പം ഉണ്ടാവും. എങ്കിലും മക്കളിൽ നിന്ന് ചില സന്തോഷ അനുഭവങ്ങളും ലഭിക്കും. ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനപ്രയാസം ഉണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ ഒക്കെ പഠിക്കാവുന്ന സമയമാണ്. യാത്രകൾ, വിദ്യാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾക്ക് അനുകൂലമായ സമയമാണ്. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകളൊക്കെ ചെയ്യാവുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ അല്പം പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അടുത്തത് കന്യക്കൂറുകാരുടെ ധനുമാസത്തെ ഫലങ്ങൾ. ഉത്രത്തിൻ്റെ അവസാന കാൽഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്ക് ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിലെ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാമെങ്കിലും ചില നേട്ടങ്ങളും ഉണ്ടാകാം. ധനപരമായിട്ടൊക്കെ അനുകൂലമായ സമയമാണ്. ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സ്വജനങ്ങൾ, സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. എങ്കിലും ചെറിയ രീതിയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും, മക്കളിൽ നിന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കരുതിയിരിക്കണം. ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല, ശ്രദ്ധിക്കണം. വിദ്യാകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല, ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ. പൊതുവേ ദൈവാധീനം ചെറിയ രീതിയിലൊക്കെ ഉള്ള സമയമാണ് കന്യക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി പോരുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾ, ചെറിയ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും. പ്രണയകാര്യങ്ങളിൽ ഒക്കെ ചില പ്രയാസങ്ങളും അനുഭവപ്പെടും. അടുത്തത് തുലാക്കൂറുകാരുടെ കാര്യമാണ്. ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് ഈ ധനുമാസത്തിൽ ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള സമയമാണ് ധനുമാസം. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകാം, അംഗീകാരങ്ങൾ ലഭിക്കാം. ധനപരമായിട്ട് അനുകൂലമായ സമയമാണ്. ധനലാഭം ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു സന്തോഷകരമായ അനുഭവം, സഹായങ്ങളൊക്കെ ലഭിക്കും. സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്, ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ. കുടുംബത്തിൽ പൊതുവേ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാവുന്ന സമയം. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയം. മക്കൾ അനുകൂലമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ അത്യാവശ്യമുള്ള സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. യാത്രകൾ അനുകൂലമായി തീരും. വിവാഹാദി കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ മന്ദഗതിയിലൊക്കെ നടക്കും. എങ്കിലും വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കുക തുലാക്കൂറുകാർ. അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അത് പ്രതീക്ഷിക്കണം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളെ, സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. കുടുംബത്തിൽ
സ്വസ്ഥത കുറയും. എങ്കിലും വീടുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാൻ ഒക്കെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ തടസ്സങ്ങളുണ്ടാകുമെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാവും, എങ്കിലും നടന്നു കിട്ടുകയും ചെയ്യും. വീട് മൂടി പിടിപ്പിക്കാനൊക്കെ പറ്റിയ സമയമാണ്. മക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ അനുകൂലമാണ്. ജീവിത പങ്കാളിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കാവുന്ന സമയമാണ്. തൊഴിൽ രംഗത്താണെങ്കിലും പല സഹായങ്ങളും ലഭിക്കാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. മാതാപിതാക്കളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകൾ അനുകൂലമായി തീരും. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചരവശാലുള്ള ഫലമാണ്. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.